ശ്രീ നിബിൻ ശ്രീനിവാസൻ, ഇവിടെ ആദ്യം ശരത്തുമായി സംസാരിക്കുമ്പോൾ ശരത്ത് പറഞ്ഞത് ഇത് ശരത്തിൻ്റെ ശബ്ദം തന്നെയാണ്, 5 വർഷം മുമ്പുള്ള ശബ്ദം, 5 വർഷം മുമ്പ് സംസാരിച്ചതാണ്, ഇതെങ്ങനോ അത് പുറത്തുപോയി എന്നാണ് പറഞ്ഞത്. കെ വി അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് ശബ്ദമല്ല എന്ന് പറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ശരത് പ്രസാദിൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന അതിൻ്റെ ശബ്ദത്തിൻ്റെ ആധികാരികതയിൽ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു അത് എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞു കേട്ടത്. ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ ശബ്ദം ശരത്ത് സംസാരിച്ചത് തന്നെയാണോ, അതെങ്ങനെ പുറത്തു വന്നു എന്നാണ് താങ്കളുടെ ധാരണ ശ്രീ നിബിൻ ശ്രീനിവാസൻ? രാവിലെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ മാധ്യമങ്ങളിലൂടെയാണ് ഞാനത് അറിഞ്ഞത്. സംസാരിച്ചത് ശരത്ത് തന്നെയാണ്. അത് ശരത്തും സമ്മതിച്ചുല്ലോ, ഏറ്റവും ആദ്യം ശരത്ത് സമ്മതിച്ചല്ലോ. പിന്നീട് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശരത്ത് തള്ളി പറഞ്ഞു എന്ന് പറയണേ. അപ്പോൾ ശരത്ത് തന്നെയാണ് സംസാരിച്ചത്, എന്നോടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്നോടാണ് സംസാരിച്ചത്. സംസാരിച്ച വ്യക്തി ഇപ്പുറത്ത് ഉള്ള കേൾവിക്കാരൻ, ശ്രോതാവ് ഞാനായിരുന്നു. എന്നോടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ആധികാരികത പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഇനി പരിശോധിക്കാമല്ലോ, അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, പരിശോധിക്കട്ടെ. അപ്പോൾ ആദ്യം സമ്മതിക്കുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്യാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ ഇത് 5 വർഷം മുമ്പുള്ളതാണെന്ന്. അപ്പോൾ അത് പരിശോധിക്കട്ടെ. നിബിൻ, താങ്കളിപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. ഇന്നലെ താങ്കളുടെ വാർത്താ സമ്മേളനം, താങ്കൾ പറയുന്നത് ഈ കരുവന്നൂർ മാത്രമല്ല, മറ്റ് സഹകരണ ബാങ്കുകളെ പറ്റിയും 7ഓളം സഹകരണ ബാങ്കുകളിലെ ഒരു ഏരിയ കമ്മിറ്റി കീഴിൽ വരുന്ന 7ഓളം സഹകരണ ബാങ്കുകളിലെ കുടിയ അഴിമതിയെ പറ്റിയൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. പാർട്ടിക്കകത്ത് പറഞ്ഞു, പാർട്ടിയുടെ പല ഫോറങ്ങളിൽ താങ്കൾ പരാതിയായി കൊടുത്തു, ആ പരാതിക്കൊന്നും പരിഹാരം ഉണ്ടായില്ല. മറിച്ച് താങ്കൾക്ക് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. താങ്കളുടെ അഴിമതിയെപ്പറ്റിയുള്ള താങ്കളുടെ പരാതി എന്താണ്? അത് പരാതി പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഫോറങ്ങളുടെ പ്രതികരണം ശ്രീ നിബിൻ ശ്രീനിവാസൻ? സഹകരണ സംഘവുമായിട്ട് ഞാൻ ഉയർത്തിയ വിഷയം, ശരത്തിൻ്റെ വോയിസും ഞാൻ ഉയർത്തിയ വിഷയം രണ്ടാണ്. ഞാൻ പറഞ്ഞ വിഷയം ഈ നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്തെ 7ഓളം വരുന്ന സഹകരണ സംഘങ്ങളുടെ അഴിമതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ആ 7ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പരസ്യപ്രസ്താവന നടത്തിയതല്ല, മറിച്ച് നിരന്തരമായിട്ട് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല, നടത്തറയ്ക്കകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ നടത്തറയ്ക്ക് വരണം, നിങ്ങൾ നടത്തറയ്ക്ക് വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഈ 7ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ സഹകാരികളായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരോട് ചോദിച്ചു നോക്കണം, എങ്ങനെയാണ് ഇവിടുത്തെ സഹകരണ സംഘം. ഒരു സഹകരണ സംഘം ഇപ്പോൾ ഇന്നും തുറന്നിട്ടില്ല, റബ്ബർ ടാപ്പിംഗ് സഹകരണ സംഘം. അപ്പോൾ സഹകരണ സംഘങ്ങളിൽ അഴിമതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് യാതൊരു പ്രശ്നങ്ങളില്ല. ഒരു സാമാന്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടെങ്കിലും വായിച്ചു നോക്കാൻ നമ്മുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ്, പാർട്ടി നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ്. നിബിൻ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ പക്കൽ ഇതിൻ്റെ അഴിമതി തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ, ഭൂമി ബന്ധപ്പെട്ട എന്തൊക്കെയോ പേപ്പറൊക്കെ താങ്കളുടെ കയ്യിലുണ്ട്, അതടക്കം പരാതി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും അത് പുറത്തേക്ക് വരുന്നെങ്കിൽ വരട്ടെ, താങ്കൾക്ക് അത് വാർത്തയെ പുറത്തേക്ക് വിടാൻ താല്പര്യമുണ്ടെങ്കിൽ വിടൂ. ഇവിടെ താങ്കൾ എന്തു പറഞ്ഞാലും സ്വാഭാവികമായും CPM-നെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈകൾ ആണെന്നുള്ളതാണ്. താങ്കൾക്കെതിരെയും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തേക്ക് പോയ മറ്റൊരാൾക്കെതിരെയും സമാന ആരോപണം ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവും, മറ്റു പാർട്ടിയുടെ അച്ചാരം വാങ്ങിയാണെന്ന ആരോപണം ഉണ്ടാകും. ഏതെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോകാൻ നിബിൻ ആലോചനയുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് ഞാനിത് പ്രതീക്ഷിച്ചു. ഈ കോടാലിക്കൈ അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള അവലോകനം, ഇതൊക്കെ സാധാരണ സന്ദേശം സിനിമയിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ നമ്മളെല്ലാവരും കാണുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു പൊതുപ്രയോഗം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് CPM ആണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് കോടാലിക്കൈ ആകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടാലിക്കൈ ആണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ. എന്താണ് നിബിനെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണം? നിബിനെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണം വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ എന്നുള്ളതാണ്. അതാണ് ആരോപണം. കഴിഞ്ഞു. ഞാൻ ഉയർത്തിയ വിഷയം കേരളത്തിലെ തന്നെ, ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കകത്ത്, കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ പറയുന്ന വിഷയമായിട്ട് മാറി. ഒരു പ്രദേശത്തിനകത്ത്, ഒരു പഞ്ചായത്തിനകത്തെ ഏറ്റവും പ്രാദേശികമായ ലീഡർഷിപ്പ് ഇടപെട്ട് തീർക്കപ്പെടേണ്ട ഒരു വിഷയം, ഒരു സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. ആ തട്ടിപ്പിനെ ഇപ്പോൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതാരാ? ഇവിടുത്തെ ലീഡർഷിപ്പാണ്, CPM-ൻ്റെ ലീഡർഷിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയില്ല. ഓക്കെ,
അഴിമതിക്കെതിരായ പോരാട്ടമാണ്, അതിന് പിന്നിൽ ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യം ഇല്ല എന്നാണ് നിബിൻ പറയുന്നത്. നിബിൻ്റെ പക്കൽ ഈ പറയുന്ന രീതിയിലുള്ള അഴിമതികൾ, നിബിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ പേപ്പറുകൾ നിബിൻ്റെ പക്കലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.